നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഫെബ്രുവരി 5-ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തലസ്ഥാന നഗരിയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കേന്ദ്രമാക്കി തന്നെയാണ് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് ബഡ്ജറ്റ് നോക്കുമ്പോൾ കാണാം. എന്തൊക്കെയാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെന്ന് നോക്കാം. ആദ്യം വിഴിഞ്ഞത്തെ പറ്റിയുള്ള അവലോകനം. വിഴിഞ്ഞത്തെ അന്തർദേശീയ പ്രാധാന്യമുള്ള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുവാനായുള്ള നിയമനിർമ്മാണം നടത്തും എന്നാണ് ഒന്നാമത്തെ കാര്യം. ടൗൺഷിപ്പുകൾ, റെസിഡൻഷ്യൽ മേഖലകൾ, വ്യവസായ കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വ്യവസായ ഹബ്ബാക്കി വിഴിഞ്ഞത്തെ മാറ്റും. 50 കിലോമീറ്റർ പരിധിയിൽ 1000 ഏക്കർ ഭൂമി വിഴിഞ്ഞം കേന്ദ്രമാക്കിയുള്ള വികസനത്തിനായി ഏറ്റെടുക്കും. വികസനത്തിന് ചൈനീസ് മാതൃക, അതായത് പ്രത്യേക വികസന മേഖലകൾ ആയിരിക്കും സ്വീകരിക്കുക. പക്ഷേ സ്ഥലമേറ്റെടുക്കൽ, റെയിൽ, റോഡ് നിർമ്മാണം എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി തലസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റു പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുവാനായി 29 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്ക് 50 കോടി, റീജിയണൽ ക്യാൻസർ സെന്ററിന് 73 കോടി. കേരളത്തിലെ മറ്റു മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ട്രോക്ക് സെന്റർ സ്ഥാപിക്കുവാൻ 3.5 കോടി. മൊത്തത്തിലുള്ള ആശുപത്രികളിലെ മാനസികാരോഗ്യ കേന്ദ്ര വികസനത്തിനായി 6.60 കോടി. തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്കിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് 35 കോടി. മൊത്തത്തിലുള്ള സർക്കാർ ലബോറട്ടറികൾക്കായി 7 കോടി. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, മറ്റെല്ലാ മെഡിക്കൽ കോളേജുകൾ എന്നിവയുടെ വികസനത്തിന് 217.40 കോടി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളിൽ 250 കോടിയുടെ വികസനം. സ്ഥിരം സ്കോളർഷിപ്പ് ഫണ്ടിന് 10 കോടി. APJ അബ്ദുൽ കലാം സർവകലാശാല വികസനത്തിന് 71 കോടി. ദേശീയ അന്തർദേശീയ ഇവന്റ് വേദികളിൽ ഒന്നായി വർക്കലയെ മാറ്റും. ശ്രീ ചിത്തിര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിന് 5.28 കോടി. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന് 23.51 കോടി. ടെക്നോ പാർക്ക് വികസനത്തിന് 27.47 കോടി. കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് വികസനത്തിന് 12.50 കോടി. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 12.10 കോടി. ഗവൺമെന്റ് വനിതാ കോളേജിന്റെ വികസനത്തിന് 1 കോടി. മൃഗശാലകളുടെ മൊത്തത്തിലുള്ള നവീകരണത്തിന് 7.50 കോടി. തോന്നയ്ക്കലിലെ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറലിന്റെ പ്രവർത്തനത്തിന് 70 ലക്ഷം. മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് ഇഞ്ചുറി ട്രീറ്റ്മെന്റ്, സ്പോർട്സ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഡിവിഷൻ എന്നിവയ്ക്കായി 1 കോടി. തിരുവനന്തപുരം വികസന അതോറിറ്റി ട്രിഡയ്ക്ക് ഗ്രാൻഡായി 4 കോടി. വെള്ളായണി അയ്യങ്കാളി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ, മറ്റു റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്കായി 15 കോടി. കഴക്കൂട്ടം മണ്ഡലത്തിലെ വിവിധ വികസനങ്ങൾക്കായി 204 കോടി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വികസനത്തിനായി 14.39 കോടി. നേമം മണ്ഡലത്തിലെ വികസനത്തിനായി 17 കോടി. കോവളം മണ്ഡലത്തിനായി 5.40 കോടി. ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം നാറ്റ്പാക്ക്, അതിനായി 6 കോടി. പാങ്ങപ്പാറ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വികസനത്തിന് 10 കോടി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് IMG 18.05 കോടി. ധനവകുപ്പിന്റെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുവാനായി 20 കോടി. ചരക്ക് സേവന നികുതി ഓഫീസുകൾക്കായി 3 കോടി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും തിരുവനന്തപുരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഏതൊക്കെ നടപ്പിലാകും, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് വരും നാളുകളിൽ കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരത്തിലെ കാണാകാഴ്ചകളും വിശേഷങ്ങളും മറ്റു പുതിയ വാർത്തകളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.